ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂ 1 2 3. നമ്മൾ ഇത് കളിക്കാൻ പോകുന്നത് ഐ ആം കാറ്റാണ്. ഇതിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇതിൽ നമ്മളൊരു പൂച്ചയാണ്. പൂച്ചൻ്റെ പേര് ശങ്കരൻ. നമ്മുടെ പേര് ശങ്കരൻ കുട്ടനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൂച്ചയായിട്ട് നമ്മൾ ഈ പൂച്ചല്ല, ഈ എലീനെ പിടിക്കാൻ പോകണമെന്ന് തോന്നുന്നു. എലിയാണോ എനിക്ക് മറ്റേ ഒരു റാബിറ്റ് ഒരു സാധനമില്ല, സാധനമാണോന്നും അറിയില്ല. അതിനെ പിടിക്കാൻ പോക്കാണ്. പിന്നെ ഈ അമ്മച്ചി നമുക്ക് ഇങ്ങനെ ചൊറിയല്. അമ്മച്ചിക്ക് സ്നേഹമുണ്ട്, പക്ഷെ ചൊറഞ്ഞാൽ സീനാവും തോന്നും. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് ലൈക്ക് ആൻഡ് സബ് ചെയ്യുക. നമുക്ക് ഇടത്തുള്ള ചട്ടിയെല്ലാം പൊട്ടിക്കുക. ചട്ടിയാണോ കൊടാണോന്ന് അറിയില്ല, നമ്മൾ പൊട്ടിയിട്ടുണ്ട്. അമ്മച്ചി അടിക്കാൻ വരുന്നു ഗായ്സ്. ഇതെന്ത് കഷ്ടം. ഈ അമ്മച്ചിക്കുന്നത് കറണില്ലേ. നമ്മളൊരു പാത്രമല്ലേ പൊട്ടിച്ചേ. പൂച്ച തന്നെ വീട്ടിനുള്ളിൽ കയറ്റുമ്പോൾ ഓർക്കണം, സാധനം പൊട്ടിക്കുക. അല്ലാണ്ട് ഈ പാത്രത്തെ അടിക്കാനല്ല വരുത്തി. ഈ പൂച്ചയല്ലേ, പൂച്ചക്ക് ബുദ്ധി ഉണ്ടാവും. ഇങ്ങനെ പാത്രത്തെ അടിക്കാൻ വരാൻ പിള്ളേറാ പറ്റുക. അമ്മച്ചി അമ്മച്ചിക്കൊരു ഷോട്ട് അടിച്ചു. നൈസ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. എല്ലാം തട്ടിപ്പോയ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൈസ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ വെറും ഒരു പൂച്ചയാണ്, പൈസ എന്തെങ്കിലും ഇല്ല കേട്ടോ. ഏയ് അമ്മച്ചിൻ്റെ കാറ്റ് പോയാ. അമ്മച്ചിക്ക് ബോധമില്ല കൈസ്. എന്തൊരു ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് കൈസ്. അമ്മച്ചിൻ്റെ തലയെടുത്ത് കളിക്കാം കൈസ്. നല്ല രസമുണ്ട് തലയെടുത്ത് കളിക്കാൻ കൈസ്. നമുക്ക് നല്ല രസമുണ്ട്. ഒന്നും കൂടി എടുത്ത് നമുക്ക് വെറുതെ ഒന്ന് മേലെ പോണം. അമ്മച്ചി പാവല്ലേ. നമുക്ക് ഈ ഫിഷ് ടാങ്കിന് മേലെ ഇടാം. അമ്മച്ചി എണീച്ചിട്ട് പോയിക്കോട്ടെ. ഫിഷ് ടാങ്കിന് മേലെയാണ്. അമ്മച്ചിക്ക് നല്ല സുഖമായിക്കോട്ടെ. കട്ടില് പോലത്തെ സുഖം. അമ്മച്ചി ഞാൻ കട്ടില് കിടക്കുന്ന പോലെ കിടത്തിയതാണ്. അതിനിങ്ങനെ പാത്രം കൊണ്ട് അടിക്കാൻ വരുത്താ അമ്മച്ചി. അമ്മച്ചിക്കൊരു കരണില്ല. അമ്മച്ചി സരളോട് എന്താ ചെയ്തേ? ഹലോ, അമ്മച്ചിക്ക് ഇടയ്ക്ക് ഒരു സ്നേഹം ഉണ്ടാവേ. സ്നേഹത്തിന് അന്നെ എടുക്ക്. പൂച്ചനായാലും എടുക്കണം കേട്ടാ. വല്ലപ്പോഴെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ തള്ളിയിടും. ആദ്യേ പറഞ്ഞു ഗൈസ്. അമ്മച്ചി എന്താ തിന്നേന്നറിയില്ല, ഭയങ്കര കുമ്പ. ഞാൻ തന്നെ പൊന്തിപ്പോയി ഗൈസ്. നമുക്ക് അമ്മച്ചിനെ മേലെ കൊണ്ടുപോവാ. താഴെയിടാം. അമ്മച്ചി എന്നെ എടുത്തിട്ടില്ല. എടുക്കാത്തതിൻ്റെ ദേഷ്യപ്പുണ്ട്. അതുകൊണ്ട് മേലെ കൊണ്ടുപോയി ഇടലാവും. അമ്മച്ചി വെടിയായാലും കുഴപ്പമില്ല, നമുക്ക് തട്ടിപ്പോയാലും കുഴപ്പമില്ല. അമ്മച്ചിക്ക് കുഴപ്പമുണ്ടാ? അമ്മച്ചി ബോധമില്ലാല്ലേ പറഞ്ഞ. സോറി. അമ്മച്ചീനെ നമുക്ക് താഴ്ത്തത് ഗൈസ്. അമ്മച്ചി തട്ടിപ്പോയാൽ പോലീസ് നമ്മളെ പിടിക്കാൻ വരും. ഞാനീൻ്റെ പേരൊന്നും ചെയ്യൂല. പിന്നെ സുഭാഷ് എന്ന പൂച്ചയായിപ്പോ നമ്മൾ. സുഭാഷ് അന്യായിട്ടോ രക്ഷിക്കാൻ വന്നത് ഈ ഫയർഫോഴ്സുകാരെല്ലാം. സുഭാഷ് ഫയർഫോഴ്സ് ഒന്നും ഇപ്പം വരുന്നില്ല. അല്ല, അതിനെ മേലെ പൊട്ടിയിട്ട് ഇപ്പം തുള്ളിയിട്ട് തന്നെ കാലും കൈയെല്ലാം ഉളുക്കി ഗൈസ്. ഈ അമ്മച്ചി എന്താ തിന്നല് എന്താന്നറിയില്ല. കൈക്കൊന്നും തടിയില്ല, പക്ഷെ വയറിനാണ് ഭയങ്കര തടി. അതെന്താന്നറിയില്ല. കൈക്ക് തടിയില്ലാണ്ട് അങ്ങനെ ആകാം. അമ്മച്ചി എന്താക്കി? ഞാൻ ഒന്നും ആക്കിയിട്ടില്ല. വെറുതെ എന്താണ് അടിച്ചിട്ട് ബോധം കെടുത്തുന്നു. ഞാൻ ഒന്നും ആക്കാതെ ഒരു പാവ ഒരു പൂച്ചയല്ലേ, സുഭാഷ് പൂച്ച ഗൈസ്. അമ്മ ഉറങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. ബോധം കെട്ട് നമ്മടെ അടി കൊണ്ടിട്ട്. ഇതിങ്ങനത്തെ പൂച്ചല്ല, അടി കൊണ്ട് അങ്ങ് ബോധം കെടും. നമ്മളങ്ങനത്തെ ആളായിപ്പോയി. ഒരു അടി കൊണ്ട് അവിടെ ബോധം കെടും. അല്ലെങ്കിൽ വീണ്ടും അടിക്കും. ബോധം കെട്ട പോലെ അഭിനയിച്ചാൽ പിന്നെ അടിക്കൂല. അല്ലെങ്കിൽ നമ്മളെ മറ്റേ വീണ്ടും അടിച്ചു കൊല്ലൂലേ. ഇത് നമ്മളെ ഫുഡാന്ന് തോന്നും ഗൈസ്. പക്ഷെ നമുക്ക് തിന്നാൻ കഴിയുന്നില്ലല്ലോ. നമുക്ക് അമ്മച്ചിക്ക് തീറ്റിക്കാൻ കഴിയോ? അമ്മച്ചിക്ക് വേണ്ടാന്ന് തോന്നും. അതിനെ ചട്ടിയെടുത്ത് അടിക്കാൻ വരും. അമ്മച്ചിനെ മേലെ കയറാൻ കഴിയോ? പക്ഷേ അമ്മച്ചി എടുക്കുകയും ചെയ്യുന്നില്ല. കഷ്ടപ്പെട്ട് മേലെ കയറുന്നില്ല അമ്മച്ചീൻ്റെ മേലെ. അമ്മച്ചീൻ്റെ മുഖത്ര വലുതാണ്.
നല്ല ചപ്പാത്തി മാവ് പോലെ ഉണ്ട്, ചപ്പാത്തി മാവ് ഉരുട്ടിച്ച പോലെ ഉണ്ട്. അപ്പാ ഇത് നമ്മളെ തീട്ടാന്ന് തോന്നുന്നു ഗൈസ്, നമ്മളെ തീട്ടം വേണം അമ്മച്ചിക്ക്. എടുത്തോ അല്ലാ അമ്മച്ചി ഡ്രസ്സിൽ കച്ചറുണ്ടെങ്കിൽ പോയിട്ട് നല്ല നമ്മളെ മഞ്ജു വാര്യർ പറഞ്ഞ പോലെ സർഫക്സിൽ എടുത്ത് അലക്കിക്കോട്ടാ. സർഫക്സിലല്ല, സോറി, ഉജാല മാറിപ്പോയി. ഉജാല ഇട്ട് കഴിക്കോ. അയക്കിന് അലിയിച്ച് കളിയും, തീട്ടത്തിന് അലിയിച്ച് കളിയുമ്പോൾ തീട്ടത്തിൽ ഉറങ്ങല്ല അമ്മച്ചി, കട്ടിലിൽ പോയി ഉറങ്ങി. അൻ്റെ ഞങ്ങൾക്ക് തൂറാൻ മുട്ടിയാ ഞാൻ എന്താ ചെയ്യാ? എൻ്റെ ടോയ്ലറ്റ് വന്ന് കിടക്കില്ല, ഞങ്ങൾക്ക് തൂറാൻ മുട്ടുന്നേ. എണീച്ചോടിക്കോ. ഓടമ്മച്ചി ഓ, ഈ അമ്മച്ചി ശരിയില്ല. അങ്ങനെ ഗൈസ് അമ്മച്ചി നമ്മളെ കക്കൂസ് കിടക്കേന്. നമുക്കിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് തൂറാനും മുട്ടും. നമുക്ക് അമ്മച്ചിൻ്റെ കക്കൂസിൽ പോകാൻ നോക്കുമ്പോൾ അമ്മച്ചീൻ്റെ കക്കൂസ് ഡോർ ഇറക്കുന്നില്ല ഗൈസ്. അമ്മച്ചിക്ക് നമ്മൾ അട്ടാന്ന് തോന്നുന്നു ഗൈസ്. അമ്മച്ചീനല്ലേ പോയിട്ട് കക്കൂസിൽ പോയി ഉറങ്ങിയത്. ഇപ്പം എൻ്റെ അടിക്കാൻ പറ്റില്ല, ഞാനല്ല അടിക്കേണ്ടത് തിരിച്ച് ഗൈസ്. ഞാൻ വെച്ച് ടേബിളിനടിയിൽ നിന്നാൽ നമ്മൾ അടിക്കൂല ഗൈസ്. നമ്മളെ ബോധം എന്ത് കഷ്ടാണ്ട് നോക്കണേ. നമ്മളെ കക്കൂസിൽ അമ്മച്ചി വന്ന് കിടന്ന് എന്നിട്ട് അമ്മക്ക് അടി. ഇതെന്ത് കഷ്ടാണ് ഗൈസ്. നമുക്ക് അങ്ങനെ ബോധം വന്നിട്ടുണ്ട് ഗൈസ്. ഇതാന്ന് പറഞ്ഞാൽ നമ്മളെ കട്ടില, പക്ഷെ കട്ടിലിനെ പോലെ ഇല്ലല്ലേ, സോഫനെ പോലെ ഉള്ളേ. ഇങ്ങനെ കൈവച്ചാൽ നമുക്ക് ഉറങ്ങാൻ കഴിയുമ്പോൾ ഗൈസ്. ഞാൻ ഇപ്പം ഇതിൽ വെറുതെ ഉറങ്ങിയത്, അണക്ക് ഉറക്കൊന്നും വരുന്നില്ല. എണീക്ക് സുഭാഷേ, എണീക്ക്. ആ സുഭാഷ് എണീച്ചിട്ടുണ്ട് ഗൈസ്. നല്ല ചുവന്ന വരുന്നത് കണ്ട നമുക്ക് പൊട്ടിക്കണം ഗൈസ്. കണ്ട ഇതാണ് അമ്മച്ചീൻ്റെ റൂം. അമ്മച്ചീൻ്റെ റൂമിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, അമ്മച്ചി ലോക്ക് ഇട്ടച്ച്. ഇത് കഷ്ടം നോക്കൂ ഗൈസ്. ഇത് വേറെ ഗെയിമാണ് കേട്ടോ. അയാമേ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ഗെയിമാണ്. വേറെ ഗെയിമിൻ്റെ പരസ്യമാണ്. പിന്നെ വേറൊന്നുമില്ല ഈ ഗെയിമിൽ. അമ്മച്ചിനെ ഇങ്ങനെ ചൊറിയാലെന്ന് തോന്നുന്നു. അമ്മച്ചി ചൊറഞ്ഞാൽ പിന്നെ സീനാന്ന് തോന്നട്ടോ. തലക്കടിച്ചങ്ങ് ബോധം കെടുത്തു. അവിടെ തല എന്താന്ന് ഇരുവിനെ കൊണ്ട് അറ്റാക്കി. തലയും ചോരൊന്നും വരില്ല. ആ ചട്ടീനെ കൊണ്ട് എടുത്ത് അടിച്ചാൽ ചട്ടി എന്നറിയാം. ആ ഫ്രൈ പാൻ എന്ന് പറയാം, സോറി, ഫ്രൈ പാൻ. നമ്മങ്ങനെ ഈ സാധനത്തിന് മേലെ കയറുമെന്ന്. ഇതെന്തിനാ നമ്മൾ കയറുന്നത് എൻ്റെ ചോദിക്കരുത്. വെറുതെ പൂച്ചകൾ പിന്നെ എല്ലായിടത്തും കയറൂലേ. എന്നിട്ട് കുടുങ്ങിയിട്ട് അങ്ങനെ ആക്കും. അവിടെ ഒരു ഓറഞ്ച് ബലൂണുണ്ട്. ഇപ്പോഴും എന്തെല്ലാം പെട്ടിയുണ്ട്. അമ്മച്ചിക്ക് ദേഷ്യം പിടിക്കുമെന്ന് അറിയില്ല. അമ്മച്ചിക്ക് ഇതൊന്നും ആവശ്യമില്ലല്ലോ. അമ്മച്ചി എന്തായാലും ഒരു പെട്ടിയാകാനായി. പിന്നെ ആർക്കാണ് ഇങ്ങനെ ഇതെല്ലാം എടുത്തേക്കുന്ന പെട്ടിയിൽ? അമ്മച്ചി ഇതെല്ലാം എടുത്ത് താഴെ ഇട്ടെ. എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ചേക്കുന്നത്? അങ്ങ് താഴെ ഇട് അമ്മച്ചി. കുറേ പെട്ടിയുണ്ട്. എന്താ സ്വർണ്ണക്കട്ട പറ്റിയ ഇങ്ങനെ മേലെടുത്തേക്കാൻ? ഇതെല്ലാം ആക്കി ഞങ്ങൾക്ക് കൊടുത്താൽ പോലെ. നല്ല സഹായങ്ങൾ ചെയ്തു കൊടുത്തോടെ. അമ്മച്ചിന് മുഖത്തൊരു ഷോട്ട് അടിക്കാൻ കഴിയും. നോക്കട്ടെ ഗൈസ്, ഷോട്ട് അടിക്കാൻ ഗൈസ്. അമ്മച്ചി തട്ടാണ്ട് തന്നെ വീണുപോയി ഗൈസ്. ഇത് കാറ്റടിയാ? കാറ്റടിക്കുമ്പോൾ അങ്ങ് വീഴാന്? കാറ്റടിയല്ല ഗൈസ്, ഇതെന്താണ് തൂവല മറ്റ. കാറ്റടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറന്നു പോയിട്ട് വീഴാന് ഗൈസ്. തട്ടിയിട്ട് പോലില്ല, അപ്പൊക്കെ വീണു. എന്താ പിന്നെ ഞാൻ ഈ അമ്മച്ചിക്കലില്ലേ ഓസ്കാർ ഇട്ടാത്ത കുറവേ ഉള്ളൂ. ഓസ്കാർ വയസ്സായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പോലെ അല്ലേ അമ്മച്ച ഇട്ട തലക്കടിച്ച് പൊളിച്ച്. അമ്മച്ചിക്ക് എന്ത്, അമ്മച്ചി കൂളായെന്ന് തോന്നുന്നു. അമ്മച്ചി എന്തു അടുക്കളയിൽ എന്തു പാചകം ചെയ്യുന്നു. പണ്ടത്തെ കുക്കാൻ തോന്നി. 100 കൊല്ലം മുമ്പത്തുള്ള കുക്കാന്ന് കഴിച്ച അമ്മച്ചിക്ക് 100 വയസ്സുണ്ട്. കണ്ടാ പറയോ? കണ്ടാൽ 60 തോന്നുന്നു. നടുവിൽ കൂനിട്ടുണ്ട. 100 വയസ്സ്. എൻ്റെ നടക്കാൻ തന്നെ സമ്മതിക്കണം. പക്ഷെ തൊട്ടാ അങ്ങ് പോകുകയെ. ഒരു പൂച്ച തൊട്ടാ പോകുന്ന പെണ്ണുങ്ങൾ ആദ്യമായിട്ടാ കാണുന്നു. നമ്മളെ പൂച്ച തൊട്ടാ അമ്മ പോകുന്നില്ലല്ലോ. സോറി, ഇതിൽ ഞാൻ പൂച്ചയാണല്ലോ. തൊട്ടാ പോകുന്നു. ഈ അമ്മച്ചി പണ്ടൊന്നും തിന്നലില്ലെന്ന് തോന്നുന്നു, ആരോഗ്യമില്ല. തൊട്ടാ വീണ്
എന്താന്ന് ഈർക്കിലാന്ന് തോന്നുന്നു, ഈർക്കില് അമ്മച്ച അമ്മളടിക്കാൻ പോയി. ഇത് കൈസ് അമ്മയുടെ കയറി പോകും കൈസ്. പുറത്തല്ല നല്ല രസമില്ലേ നമ്മളെ പൂച്ചനെ പുറത്താണ് നിൽക്കണ്ടേ. ഇങ്ങനെ വീട്ടിനുള്ളിൽ കയറ്റിനി ഈ ചട്ടി എടുത്ത് അടിച്ചിട്ട് വരാൻ കാര്യമുണ്ടാ. ചട്ടിയല്ല ഗൈസ്, ഗൈസ് നമുക്കൊരു ഹെഡ് ഷോട്ട് അടിച്ചാലോ. ഹെഡ് ഷോട്ട് ആവുമെന്നറിയില്ല, പണ്ടൊക്കെ ഹെഡ് ഷോട്ട് ആയിട്ടില്ല ഗൈസ്, പക്ഷെ വയർ ഷോട്ട് ആയിട്ടുണ്ട്. വയർ ഷോട്ട് നമുക്കിനി ഒരു ഹെഡ് ഷോട്ടും കൂടി ആവാൻ നോക്കട്ടെ ഗൈസ്. ഇതിൽ നമ്മൾ വരച്ച പിക്ചേഴ്സാന്ന് തോന്നുന്നു. അമ്മച്ച അത് ഫ്രെയിമെല്ലാം ചെയ്ത് വെച്ചിനി ഗൈസ്. ചെറിയ ചുമലുള്ളതാണ്, അതുകൊണ്ട് ക്ഷമിക്കണം. പിന്നെ അമ്മച്ചി നമ്മൾ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിലാക്കി വെച്ചിട്ടുണ്ട്. അമ്മച്ചി എണീക്കുമ്പോൾ നമ്മളെ കാണൂല എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ കാണൂല എന്ന് തോന്നുന്നു. ഗൈസ് അമ്മച്ചി നമ്മളെ കണ്ടിനാ കാണും. ഭൂതക്കണ്ണാടിയല്ലേ കണ്ണിലെടുത്ത് വെച്ചിനി. ഏറെ ഒളിച്ചാലും കാണുമല്ലോ ഇത്. കണ്ണടയിൽ വെറുതെ വെച്ചെന്ന് തോന്നുന്നു, കണ്ണടയിൽ ഭൂതക്കണ്ണാടിയല്ലേ. ഹെഡ് ഷോട്ട് പോയിട്ടില്ല ഗൈസ്. അമ്മച്ചി എന്തോ കൂളായതുകൊണ്ട് ഭാഗ്യം, പക്ഷെ അമ്മൊന്നും കൂടി താഴ്ന്നിട്ടിട്ടുണ്ട് ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗെയിമെന്ന് തോന്നുന്നു. ഇത് ജസ്റ്റ് ഒരു ഫണ്ണിനായിട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു ഗെയിം. പിന്നെ എന്തെങ്കിലും മിഷൻസ് എല്ലാം ഉണ്ട്, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ബായ്.